പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഞങ്ങൾ പുറത്തേക്ക് എടുത്തു വെച്ചു കേട്ടോ. ഇനി ഇതിൽ രൂപങ്ങളൊക്കെ വെക്കണം. കുറച്ച് മിനുക്ക് പണിയും കൂടി ഉണ്ട്. പിന്നെ രൂപങ്ങളൊക്കെ വെക്കണം. ഇന്നലെ ഞങ്ങളുടെ കയ്യിൽ രൂപങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ശരിക്കും സത്യം പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായില്ല. അപ്പൊ മുത്തൂസിന്റെ ഫ്രണ്ട് ആൻഗ്ലോറിയയുടെ വീട്ടിൽ നിന്ന് രൂപങ്ങൾ തന്നതാണ്. അപ്പൊ അത് ഞങ്ങൾ ഇന്ന് സെറ്റ് ചെയ്യാൻ നമ്മുടെ ആംഗ്ലോറിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. മുത്തൂസിന്റെ ഹായ് പറഞ്ഞ ആംഗ്ലോറിയ. ഹായ്. അപ്പൊ ആംഗ്ലോറിയും കൂടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. രൂപം അകത്തുനിന്ന് എടുത്തിട്ട് പോവാ. അത് കവർമ്മ പിടിച്ച പൊട്ട്. മുത്തൂസും ആൻഗ്ലോറിയും കൂടി രൂപങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. കുറച്ചായി കൊണ്ടാ മുത്തേ. പതുക്കെ വെക്കി നിലത്ത് വെച്ചോ. അപ്പൊ ഇതാണ് രൂപങ്ങൾ കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇത് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, 1 by 1 ഓരോന്ന് നിരത്തി വെക്കി. മുത്തൂസും ആൻഗ്ലോറിയും കൂടി രൂപങ്ങൾ നിലത്ത് നിരത്തി വെക്കാണ് കേട്ടോ. ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ഉണ്ണിയേശു ഫ്രണ്ട്സ്, ഉണ്ണിയേശു കണ്ടോ. ഓക്കെ, പതുക്കെ എടുക്കുമ്പത്തേ. ഇത് തൂക്കിടാനാണോ? കൊറേ രൂപങ്ങളുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. വെറുതെ വെച്ചാ മതി. തൂക്കിടാനുള്ളത് ആംഗ്ലോറിയയുടെ അമ്മ വിളിച്ചിട്ട് ആംഗ്ലോറിയ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിൽക്കാനറിയില്ല. പക്ഷെ രൂപങ്ങളൊക്കെ നിലത്ത് ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. മുത്തേ 2 രൂപങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് തൂക്കിടാനുള്ള കപ്പാസിറ്റി ഇല്ല നമ്മുടെ കൂടെ. തൂക്കാനുള്ളത്. ഓ, അതങ്ങനെ തൂക്കാനുള്ളതാണല്ലേ. എന്ത് രൂപാണാവോ? മാലാക. മാലാഖ രൂപാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് നാട്ടമത്തെ ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് കാണുന്നത്. കാരണമൊക്കെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിങ്സ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. തൂക്കണ്ട പത്തേ, ആ പുൽക്കൂട് ഒടിഞ്ഞു വീഴും. അപ്പൊ തൂക്കണ്ട, നമുക്ക് ബൾബ് തൂക്കണ്ടേ. ഇത് വേണ്ടാട്ടോ നമുക്ക്. അതവിടെ വെച്ചാ മതി തോന്നുന്നു. വെച്ചപ്പോ ഉണ്ണിയേശുവിന് വേണ്ടേ? ഉണ്ണിയേശുവിന് വെക്കണം. അത് പുറത്ത് വെച്ചാൽ മതി. കവറിലുള്ള അറിയില്ല മുത്തേ. ഇതിപ്പോ അവിടെ നിലത്തേക്ക്. ഇതവിടെ നിലത്തേക്ക്. ഒരെണ്ണം കൂടിയില്ലേ? ഓക്കെ, ഇതൊക്കെ വെക്കാൻ എനിക്കറിയാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇതൊക്കെയാണ് രൂപങ്ങള്. നോക്കട്ടെ, ഇത് യേശുവിന്റെ അമ്മയാണ്. അതൊന്നും ഇതാണ് അമ്മ. ഏതാണ് അമ്മ? ഇതാണ് ഉണ്ണിയേശുവിന്റെ അമ്മ എന്നാണ് മുത്തൂസ് പറയുന്നത്. ഇത് മേയ്ക്കാനാ. ഇത് രാജാവിന്റെ കൂടെ വരുന്ന. ഏതാണ് ആ രാജാവ്? രാജാവ് ഏതായിരിക്കും? അതാണ് രാജാവ്. നോക്കട്ടെ. അതാണ് രാജാവ്. അല്ല, രാജാവ് നടന്നു വരിക. രാജാവ് കുതിരപ്പുറത്തല്ലേ വരണേ? ഒട്ടകത്തിന്റെ പുറത്താണ്. കഴുത്തിൽ അങ്ങനെ പിടിക്കല്ലേ ഒട്ടകത്തിന്റെ. ഇതാണ് ഒട്ടകം. ഇങ്ങോട്ടാട്ടിയ കാല് മാറ്റി ഇവിടെ വെച്ച. ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ഒട്ടകം. അപ്പൊ ഇത് സെറ്റ് ചെയ്യാൻ നമുക്ക് ആൻഗ്ലോറിയനെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതൊക്കെ വെക്കാം. ഇതൊക്കെ എനിക്കറിയാം. ഓക്കെ, അതെന്താണ്? ചെമ്മരിയാട്. അപ്പൊ ഇതൊക്കെ ആടുകളാണ് കേട്ടോ ഫ്രണ്ട്സ്. എന്നിട്ട് സുന്ദരി മാറ്റണമെങ്കിൽ മാറ്റിക്കോട്ടെ. ഓക്കെ, ഇവിടെ വന്നേക്കും. അപ്പൊ ആടിനെ ആദ്യം വെക്കാട്ടോ. ഇവിടെ വന്നോ, അവിടെ ഇരുന്നോട്ടെ. ഇവിടെ പുല്ല് തിന്നണ കല്ലൻ. പുല്ല് തിന്നണല്ലേ? ഓഹോ, പുല്ല് തിന്നുന്നു ഫ്രണ്ട്സ്. അപ്പൊ ആൻഗ്ലോറിയ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണ്ണിയേശുവിനെ വെക്കാൻ പോവാണേ. അമ്മ ഉണ്ണിയേശുവിനെ വെച്ചിട്ടുണ്ട് കേട്ടോ മുത്തൂസ്. ഓക്കെ, അത് ഉണ്ണിയേശുവിന്റെ അമ്മയല്ലേ? അപ്പൊ ഉണ്ണിയേശുവിന്റെ അമ്മേനെ വെച്ചിട്ടുണ്ട്, മാതാവിനെ വെച്ചിട്ടുണ്ട്, വെക്കുന്നുണ്ട്. ഇനി അതോട്ടെ, ഞാൻ എന്താ വെക്കുന്നേ? ഓക്കെ, വെച്ചോ. ഓക്കെ, ഇനി ആരെയാ വെക്കുന്നേ? ആട്ടിടയനൊക്കെ ഇവിടെ വയ്ക്കുക. ഓക്കെ, ആട്ടിടയനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നോട്ടെ, ആട്ടിടയൻ. ഇതാണ് ഫ്രണ്ട്സ് ആട്ടിടയൻ. അതാരാ? ആട്ടിടയൻ ആ ഒരാടിനെ പിടിച്ചു നിക്കുന്നല്ലേ. ഇതാരാ?
അപ്പൊ ഇവിടെ കുതിരനെ വെക്കണ്ടേ? ഒട്ടകത്തിന്. ഒട്ടകാണല്ലേ. ഇനി ആരെയാ വെക്കുന്നത്? ഒട്ടകം അവിടെ നോട്ടെ. ഓ വെണ്ണത്തിനാണ് നീക്കി വെച്ചോ. ആ ഈ ആട് ഇവിടുന്ന് നോക്കുന്നല്ലേ. എന്നിട്ടത് ആടന്നെയല്ലേ? പശു ഇല്ലേ? ആ രണ്ട് പശു ഉണ്ട് അല്ലേ? 2 പശു ഉണ്ട്. ഹായ്, നല്ല കുഞ്ഞു പശുക്കള്. പശുവിനെ ഇവിടെ വെച്ചുട്ടാ. ഹായ്, ഇതാണ് പശു. ഒരു പശു. അടുത്ത പശുവിനെയും വെച്ചു. ഒട്ടകാണോ? ആ ഇനി ആരെയാ? പശു. അടുത്ത പശുവിനെ വെച്ചു. ഓക്കെ. ഇത് പശുവാണോ പോത്താണോ? കാളയാണ്. കാളയാണ് കേട്ടോ ഫ്രണ്ട്സ്. കാളയാണോ? ഇനി ഏതാ ആര്? ഓക്കേ. ആ ഇപ്പൊ നല്ല രസമായില്ലേ മറ്റേ? ഓക്കെ. ആദ്യമായി പുൽക്കൂടുണ്ടാക്കും. അതന്നെ, നല്ല ഭംഗിയായില്ലേ? അതെവിടെ വെക്കുക? 3 രാജാക്കന്മാരാണ്. അതില് 3ാമത്തെ രാജാവ്. പാലത്ത് വയ്ക്കണം. പക്ഷെ പാലത്ത് വയ്ക്കാൻ പറ്റില്ല. പാലത്ത് വയ്ക്കാം. രാജാവ് 3 ആളുണ്ട് അല്ലേ? രാജാവ് 3 പേരുണ്ട് കേട്ടോ. അതാരാ? ആട്ടിടയന്മാര് അല്ലേ? ആട്ടിടയന്മാര് കൊറേ ഉണ്ട് അല്ലേ? ആ ഒരാടിനെ നോക്കിയേ, കഴുത്തിൽ വെച്ചിക്കണ്. അതവിടെ വെക്കണ്ട കുട്ട. ഇച്ചിരി ഇത് ഇങ്ങോട്ട് നീക്കി വെച്ചേ. അങ്ങനെ വെച്ചോ. ഇത് ഇത്തിരി ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. അപ്പൊ ഇത് ഇവിടെ ഞാൻ വയ്ക്കാം. ഉണ്ണീശിന്റെ അമ്മ, അച്ഛൻ. ഉണ്ണീശിന്റെ അമ്മ പേര് മാതാവ്. ഓക്കെ. ഇനി എന്തിട്ടാ വെക്കണ്ടേ? മാതാവിനെ മാലാഖനെ തൂക്കാനുള്ള സ്ഥലമില്ല നമുക്ക്. ഭാരം താങ്ങാൻ. മാലാഖനെ തൂക്കാൻ നമുക്ക് സ്ഥലമില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇതാണ് മാലാഖ. മാലാഖനെ തൂക്കാൻ വെയിറ്റ് താങ്ങില്ല. ഇങ്ങനെ തൂക്കിയിടണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ പക്ഷെ തൂക്കാൻ പറ്റില്ല, സ്ഥലമില്ല കേട്ടോ ഫ്രണ്ട്സ്. പഞ്ഞി മഞ്ഞ് പോലെ വെക്കാനാണ് കേട്ടോ. മഞ്ഞ് വീഴുന്ന പോലെ അല്ലേ? അടിപൊളിയായിട്ടാ ഫ്രണ്ട്സ്. ഇത് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. പുൽക്കൂട് ഉണ്ടാക്കിയവരും കമന്റ് ചെയ്യണം കേട്ടോ. ഇതിനെല്ലാം മാംഗ്ലൂറിയോട് നന്ദി പറയുന്നു. മാംഗ്ലൂറിയാര് ആണ് ഈ രൂപങ്ങള്. മഞ്ഞ് വീഴുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. മഞ്ഞ് ഇതുപോലെ ഇട്ടിട്ട് മഞ്ഞ് വീഴുന്ന. നമ്മള് ബൾബ് തൂക്കണ്ടേ മൊത്തേ? ബൾബ് എടുക്കട്ടെ. ബൾബ് രാത്രി ആവും, മഴ അറിയുള്ളൂ. ബൾബിന്റെ തുമ്പത്ത് ഇതിവിടെ ബൾബിന്റെ ഇവിടെ ഒരു കെട്ടിടണം. ഇവിടെ ഇട്ടാ ഉണ്ണീശിന്റെ മെത്തി തട്ട്. മോളെ നീ നോക്കിട്ടെ മൊത്തേ. ഇവിടെ തട്ടി ഇവിടേക്ക് തൂങ്ങി കിടക്കും. ആ അത് കുഴപ്പമില്ല, അവിടെ കിടന്നോട്ടെ, തട്ടില്ല. ബൾബ് ഇവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇത് രാത്രി ആകുമ്പോൾ നമുക്ക് ലൈറ്റ് ഇടാം ഫ്രണ്ട്സ്. അപ്പം ഇതാണ് ഞങ്ങളുടെ
പുൽക്കൂട്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? മുത്തൂസിന് വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ല. മുത്തൂസിന് വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ റെഡി ആക്കി എന്നുള്ളത്. പാലത്തുമ്മക്ക് ഇച്ചിരി മഞ്ഞ് വേണ്ടി. പാലത്തുമ്മളൊക്കെ മഞ്ഞ് വേണ്ടി. ഇതിന്റെ കൂടുതൽ ഒന്നും കൂടി മോഡിഫൈ ചെയ്യാണ് കേട്ടോ മുത്തൂസ്. മഞ്ഞ് വേണ്ട, മഞ്ഞ് 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 പെയ്യണതാണ് കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ. മഞ്ഞ് വീഴണത് അല്ലേ? വാവ്, മഞ്ഞ് വീഴുന്നു. ഹായ് മുത്തൂസ മഞ്ഞ് വീണ്. പുലിക്കൊണ്ട് മണ്ടയ്ക്ക് ഇരിക്കുന്ന നല്ല രസമുണ്ട്. ശരിക്കും നമ്മുടെ ഇവിടെ വീടെങ്കിൽ സ്നോ എടുത്തിട്ടുണ്ട് മണ്ടയ്ക്ക്. മുത്തൂസിന്റെ പുൽക്കൂട് വർക്കുകൾ ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. മുത്തൂസിന്റെ അല്ല, നമ്മുടെ എല്ലാവരും മുത്തൂസാണ് ഇതിന്റെ മെയിൻ പണി കേട്ടോ ഫ്രണ്ട്സ്. പുൽക്കൂടൊക്കെ ഹാഫ് എത്തിയപ്പോഴാണ് ഞാൻ വരുന്നത്. മുത്തൂസ് കാർഡ്ബോർഡ് കൊണ്ടൊക്കെ ഇതുപോലെ റെഡിയാക്കി. മതി മുത്തേ, കുറെ മഞ്ഞായല്ല. അടിപൊളി അടിപൊളി. ലൈറ്റ് ഒന്ന് നോക്കട്ടെ. ഇത് കൈ തട്ടരുതട്ടെ മുത്തേ. ഹായ് ഇരുട്ടാണോ ഫ്രണ്ട്സ്? ലൈറ്റ് ഇട്ടു കേട്ടോ മുത്തൂസ്. ഇരുട്ടാണോ? നല്ല വൈബ്. ഹായ് സൂപ്പർ. ഇതിനും കൂടി രാത്രി ആവണം, അപ്പൊ നല്ല ഭംഗിയുണ്ടാവും ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളുടെ പുൽക്കൂടിന്റെ വർക്ക് തീർന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോ ഇതെങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ. അപ്പൊ പുൽക്കൂട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ. അമ്മ പറഞ്ഞേ സ്റ്റാർ തൂക്കിയാ? സ്റ്റാർ ഇടണം കേട്ടോ. സ്റ്റാർ ഇട്ടിട്ടില്ല, ഞങ്ങൾ അന്ന് വാങ്ങിയ സ്റ്റാർ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് മുത്തൂസ് ഇവിടെ സ്റ്റാർ തൂക്കാൻ പോവാണ്. മുത്തൂസ് കസേരമ കേറി നിന്നിട്ടുണ്ട് കേട്ടോ. ആഹാ, ഇറങ്ങണം. തൊട്ട് കൊണ്ടായിപ്പോ. അതെ. ഓഹോ, ഞങ്ങൾ ഈ സ്റ്റാർ കണ്ടിട്ട് അത്ര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതിനകത്ത് ലൈറ്റ് ഒന്നും കത്തില്ല, പക്ഷെ അത് നല്ല ഭംഗിയില്ലേ സിൽവർ. അതന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ റിഫ്ലക്ട് ചെയ്യും കേട്ടോ ഫ്രണ്ട്സ്. ഇത് വാവ്, നല്ല ഭംഗിയുണ്ട് അല്ലേ? ആഹാ, മുത്തൂസ് തൂക്കി, സ്റ്റാർ തൂക്കി, വിജയിച്ചിരിക്കുന്നു. അങ്ങനെ പുൽക്കൂടിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ലൈറ്റ് ഇട്ടെ സ്റ്റാർ നല്ല രാത്രി ആവണം അല്ലേ? ഹായ്, എന്നാലും തിളങ്ങുന്നുണ്ട് മുത്തേ. ഹായ്, നല്ല തിളക്കണ്ട്. ലൈറ്റ് ഇട്ടപ്പോ ഫ്രണ്ട്സ് അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിനകത്ത് ലൈറ്റ് കത്തിയില്ലെങ്കിലും ഈ സിൽവർ ആയ കാരണം റിഫ്ലക്ട് ചെയ്യുന്നു. അതന്നെ റിഫ്ലക്ട് ചെയ്യുന്നേ. എന്തൊരു ഭംഗിയാ, സൂപ്പർ. പുൽക്കൂട് അപ്പൊ ഇവിടെ നോക്കിയേ. എന്ത് രസമത്തെ പുൽക്കൂടും ട്രീയും കൂടെ, അടിപൊളി. ഫ്രണ്ട്സ്, അപ്പൊ എന്റെ പുൽക്കൂട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഞങ്ങളുടെ പുൽക്കൂട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്.